നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ആയുധം കടത്തുന്നെന്ന് രഹസ്യവിവരം. മത്സ്യബന്ധന ബോട്ട് ശക്തികുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബോട്ടിലുണ്ടായിരുന്നത് തമിഴ്നാട്, ഒഡീഷ സ്വദേശികൾ. ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പന്മന സ്വദേശി മുഹമ്മദ് റിയാസിനെയാണ് പിടികൂടിയത്. തേവലക്കരയിലെ വാടക വീട്ടിൽ നിന്ന് MDMA-യും കഞ്ചാവും പിടിച്ചെടുത്തു. ദേശീയപാത നവീകരണം. നീണ്ടകര പരിമണത്ത് നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് അനുകൂല നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം. പരിമണം മുതൽ ആറാട്ടുകടവ് വരെ ആചാര സംരക്ഷണ പൊങ്കൽ. വിശദമായ വാർത്തകളിലേക്ക്. ആയുധം കടത്തുന്നെന്ന് രഹസ്യവിവരം. മത്സ്യബന്ധന ബോട്ട് ശക്തികുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. 15 തൊഴിലാളികളും കസ്റ്റഡിയിലാണ്. 7 തമിഴ്നാട് സ്വദേശികളും 8 ഒഡീഷ സ്വദേശികളുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇതേസമയം ബോട്ടിൽ നിന്നും ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. മത്സ്യബന്ധന ബോട്ടിൽ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതായുള്ള രഹസ്യവിവരത്തെ തുടർന്നാണ് ശക്തികുളങ്ങര പോലീസ് ബോട്ട് കസ്റ്റഡിയിലെടുത്തത്. ബോട്ടിലെ 15 തൊഴിലാളികളും കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് പോലീസിന് രഹസ്യവിവരം ലഭിച്ചത്. ശക്തികുളങ്ങര ഹാർബറിലെത്തിയ ബോട്ട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന 7 തമിഴ്നാട് സ്വദേശികളെയും 8 ഒഡീഷക്കാരെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ, ACP എസ് ഷെരീഫ്, സ്പെഷ്യൽ ബ്രാഞ്ച് ACP P പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ബോട്ടിനുള്ളിൽ വിശദമായ പരിശോധന നടത്തി. ബോട്ടുകൾ തമ്മിലുള്ള വൈരത്തിന്റെ ഭാഗമായാണ് ഇത്തരം സന്ദേശങ്ങൾ കൈമാറുന്നതെന്നാണ് സൂചന. സന്ദേശം അയച്ച വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. ഇതേസമയം ബോട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചവറ. 13 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പന്മന മാവേലിയിൽ നിന്നും തേവലക്കര മൊട്ടക്കിലിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് റിയാസാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 12 ഗ്രാം കഞ്ചാവും പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് വാടക വീട് പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെടുത്തത്. ഈ തേവലക്കര ഈ മുട്ടക്കൽ ഭാഗത്ത് ഒരു വീട്ടിൽ ഈ മുഹമ്മദ് റിയാസ് എന്ന ആൾ MDMA-യും മാരകമായ MDMA-യും കഞ്ചാവും മറ്റും വീട്ടിൽ സൂക്ഷിക്കുന്നതായിട്ട് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയുണ്ടായിരുന്നു. പോലീസ് ഇൻചാർജ് SI റഹീമിന് രഹസ്യവരെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ SI രാജേഷ്, CPO അനിൽ, ജില്ലാ നഴ്സം ടീമും നിയമപ്രകാരം ഈ മുഹമ്മദ് റിയാസിൻ്റെ വീട് സെർച്ച് നടത്തി. വീട് പരിശോധിച്ചതിൽ ഞാൻ വാടക താമസ വീട്ടിൽ നിന്നും 11.5 ഗ്രാം MDMA-യും 10.34 ഗ്രാം കഞ്ചാവും കിട്ടിയിട്ടുണ്ട്. വാടക വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന 13 ഗ്രാം MDMA-യുമായാണ് യുവാവ് അറസ്റ്റിലായത്. പന്മന മാവേലി പനമൂട്ടിൽ തറ വീട്ടിൽ നിന്നും തേവലക്കര മൊട്ടക്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് റിയാസാണ് പിടിയിലായത്. 12 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഇയാളെ റിമാൻഡ് ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ എത്തിച്ച് പന്മന, ചവറ, തേവലക്കര, തെക്കുംഭാഗം പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു ഇയാൾ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വാടക വീട് പരിശോധിച്ചപ്പോഴാണ് MDMA ഉൾപ്പെടെ കണ്ടെത്തിയത്. ഇയാളുടെ സുഹൃത്തുക്കളായ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി. യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ ഇവരിൽ നിന്നും ലഹരി വാങ്ങി ഉപയോഗിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇതുവരെ കിട്ടിയ ഒരു അടിസ്ഥാനത്തിൽ ഈ പന്മന തിരുവനന്തപുരം ഭാഗത്ത് ചെയ്യാനാണ് വിൽപ്പനയ്ക്ക് ഇന്ത്യ പോലെ സാധനങ്ങൾ പല വിദ്യാർത്ഥികൾക്കും എത്തിച്ചു കൊടുക്കുന്ന വിവരം കിട്ടുന്നുണ്ട്. ടിയാന സാധനം ഈ MDMA പോലെ വസ്തുക്കൾ കിട്ടുന്ന സോഴ്സ് കണ്ടെത്തണമെന്നുണ്ട്. ടിയാനെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്തിട്ടുണ്ട്. സിറ്റി പോലീസ് ഡാൻസ് ഓഫ് ടീമും തെക്കുംഭാഗം പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഇൻസ്പെക്ടർ S ശ്രീകുമാർ, SI റഹീം, ASI രാജേഷ്, CPOമാരായ അനിൽ, അൻസിഫ്, ലതിക എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് നീണ്ടകര പരിമണത്ത് നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് അനുകൂല നടപടി സ്വീകരിക്കാത്തതിലും നൂറ്റാണ്ടുകളായി ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ എത്താനും കഴിയാത്ത സാഹചര്യത്തിൽ ആചാര സംരക്ഷണ പൊങ്കൽ നടത്തി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പൊങ്കൽ സംഘടിപ്പിച്ചത്.
സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ആചാര സംരക്ഷണ പൊങ്കൽ നടത്തിയത്. ദേശീയപാത 66 നീണ്ടകരയുടെ മധ്യഭാഗമായ പരിമണത്ത് നടപ്പാത അനുവദിക്കണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആവശ്യത്തോട് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയും നൂറ്റാണ്ടുകളായി ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ എത്താൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ് പരിമണത്ത് ആചാര സംരക്ഷണ പൊങ്കൽ സംഘടിപ്പിച്ചത്. പരിമണം ക്ഷേത്രം മുതൽ ആറാട്ടുകടവ് വരെയുള്ള ഭാഗത്തായിരുന്നു ആചാര സംരക്ഷണ പൊങ്കാല സംഘടിപ്പിച്ചത്. പ്രതിഷേധ പൊങ്കാലയിൽ സംയുക്ത സമരസമിതി ചെയർമാൻ ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അതുപോലെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പല അടിപ്പാതകളും ബസ് കയറി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴേക്ക് വളരെ അപകടകരമായ രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇത്രയും മോശമായ രീതിയിലൊരു പരിപാടി ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇവർ ജനങ്ങളുടെ ആവശ്യം, ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ഈ പണി തീർത്ത് ഈ റോഡിലേക്ക് പോകണം, റോഡ് പൂർത്തിയാക്കണമെന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? നമ്മള് കിലോമീറ്ററുകൾക്കാകെയുള്ള അടിപ്പാതകളിൽ കൂടെയാണ് നമ്മുടെ നടന്നു പോകുന്ന ആളുകളും ബസ്സുകളും കാറുകളും എല്ലാം കയറിപ്പാഞ്ഞ് അപ്പുറവും ഇപ്പുറവും പോകേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇതിന്റെ സർവീസ് റോഡുകൾ വളരെ വീതി കുറവായതുകൊണ്ട് ഈ അടിപ്പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ അടിപ്പാതയിൽ കൂടെ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ, പൊതുജനങ്ങള്, ഇവർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള വളരെയേറെ ദുഷ്കരമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കൺവീനർ ജി രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു. കെ ലതീശൻ, സജീവ്, ജി സേതുനാഥൻ പിള്ള, എസ് മന്മഥൻ, ബാബു, ജ്യോതികുമാർ, ഗോപാലകൃഷ്ണപിള്ള, സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വേട്ടതറയിൽ ഒരു സമരം നടന്നു. 3 പഞ്ചായത്തുകൾ കിഴക്കോട്ട് പോകേണ്ട ഒരു പ്രദേശം എന്നുള്ള നിലയിൽ സെന്റ് ആക്ടസിന്റെ മുന്നിൽ വരാത്തതുകൊണ്ട് അവിടെ അതിശക്തമായ ഒരു സമരം നടക്കുകയുണ്ട്. അതിനേക്കാൾ മുമ്പെയാണ് നമ്മൾ പരിമണത്തെ സമരം ആരംഭിച്ചത്. ആ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കം കണ്ടു. നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. അതിന്റെ ആറാട്ട് കടലിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം തന്നെ പരിമണം ക്ഷേത്രത്തിലേക്ക് ആറാട്ട് പോകാൻ ആവശ്യമായ സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞത്. അതിന്റെ ഭാഗമായി പടിഞ്ഞാറ് സൈഡ് കോൺക്രീറ്റ് ചെയ്തപ്പോൾ നമ്മൾ തടയുകയുണ്ടായി. എങ്കിൽ നമുക്ക് ഈ അടിപ്പാത അല്ലെങ്കിൽ ഒരു നടപ്പാതയെങ്കിലും നമുക്ക് ആറാട്ടിന് പോകുവാൻ അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇപ്പോൾ അടിപ്പാതകൾ ഇപ്പോൾ അനുവദിക്കേണ്ട, ഈ പണി പൂർത്തിയായതിനു ശേഷം മതി എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, ചവറ. കോൺഗ്രസ് ശാസ്താംകോട്ടയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തി. അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തിയത്. ശാസ്താംകോട്ടയിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഐക്യദാർഢ്യ സദസ്സ് നടത്തിയത്. കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒന്ന് കണ്ണൂരിട്ടിയാൽ മോഡി സാഷ്ടാംഗം നമസ്കരിക്കുന്ന അവസ്ഥ ഈ രാജ്യത്തിന് നാണക്കേടാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോവുകയാണ്. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മളോട് പറഞ്ഞു, സമാധാന സദസ്സ് സംഘടിപ്പിക്കുക വൈകിട്ട് ജനങ്ങളോട് പറയൂ എന്താ അവസ്ഥയെന്ന്. അവിടെ പാലസ്തീൻ ദിനം ആചരിക്കണവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സദസ്സ് നടത്തണമെന്ന്. മാ നിഷാദ എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. എന്താണ് അതിന്റെ അർത്ഥം? അഴുത് കാട്ടാള എന്നാണ്. മാ നിഷാദ എന്നതിന്റെ അർത്ഥം അഴുത് കാട്ടാള എന്നാണ്. നമ്മൾ പറയുന്നു, ഗാസയിലെ ഈ അതിക്രമവും ഈ ആക്രമണവും നിർത്തണം നീ എന്ന് പറയുകയാണ് ഇസ്രായേൽക്കാരനോട്. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ കോൺഗ്രസ് ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. KPCC അംഗം വി ശശികുമാരൻ നായർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. മിൽമ മുൻ മേഖലാ യൂണിയൻ ചെയർമാൻ കല്ലട രമേശ്, DCC ജനറൽ സെക്രട്ടറിമാരായ PK രവി, P നൂറുദ്ദീൻകുട്ടി, കല്ലട ഗിരീഷ്, കാഞ്ഞരവിള അജയകുമാർ, നിർവാഹക സമിതി അംഗം തുണ്ടിൽ നൌഷാദ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ ഗോകുലനിൽ, P ഹരിലാൽ, CK പൊടിയൻ, ഡോക്ടർ MA സലീം, ഗോകുലം അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
മുഖത്തല മുരാരി ജംഗ്ഷൻ പ്രാണ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെ 20 കലാപ്രതിഭകളുടെ നൃത്ത അരങ്ങേറ്റം നടന്നു. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം. കലാമണ്ഡലം ലക്ഷ്മിപ്രിയ PS-ന്റെ നേതൃത്വത്തിലാണ് അരങ്ങേറ്റം നടന്നത്. നൃത്തശ്രീ പുരസ്കാര സമർപ്പണവും നടത്തി. മുഖത്തല മുരാരി ജംഗ്ഷൻ പ്രാണ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെ 20 കലാപ്രതിഭകളുടെ നൃത്ത അരങ്ങേറ്റമാണ് നടത്തിയത്. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രസന്നിധിയിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. കലാമണ്ഡലം ലക്ഷ്മിപ്രിയ PS-ന്റെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം. ഇതോടനുബന്ധിച്ച് നൃത്തശ്രീ പുരസ്കാര സമർപ്പണവും നടത്തി. നൃത്ത അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനവും നൃത്തശ്രീ പുരസ്കാര സമർപ്പണവും നടി സുരഭി സന്തോഷ് നിർവഹിച്ചു. അരങ്ങേറ്റം കുറിക്കുന്ന 20 കുട്ടികളുടെ നൃത്തത്തിന്റെ ജേർണിയുടെ തുടക്കത്തിൽ ഞാൻ ഉണ്ട്. അത് കാണാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി എന്നാലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഭഗവാന്റെ നടയിൽ വെച്ച് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയതിലും അവർ ഒരുപാട് സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. ഈ 20 കുട്ടികളും ദൈവം കല അനുഗ്രഹിച്ച് നമ്മളുടെ ഭൂമിയിലോട്ട് വിട്ട കുട്ടികളാണ്. ഈ കല മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവരുടെ കയ്യിലാണ്. അവരുടെ അച്ഛനമ്മേൻ്റെയും പ്രോത്സാഹനത്തിലുമാണ്. സോ ഈ കല നിങ്ങൾ ലൈഫിൽ എന്ത് വന്നാലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഡോക്ടർ PR ബിജു അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ലക്ഷ്മിപ്രിയ BS സ്വാഗതം പറഞ്ഞു. ശ്രീദേവി ജയചന്ദ്രൻ നൃത്തശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. നടി മൃണ്മയി A മൃദുൽ വിശിഷ്ടാതിഥിയായിരുന്നു. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു GS, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് N വിജയൻ ജോത്സ്യൻ, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി T സുന്ദരകുമാർ, PTA കമ്മിറ്റി അംഗം G പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ നൃത്തവിദ്യാലയത്തിനെ പ്രതിനിധീകരിച്ച് സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ വേദിയിൽ ആദരിച്ചു. തുടർന്നാണ് 20 നൃത്ത വിദ്യാർത്ഥികളുടെ പ്രഥമ രംഗാവതരണം ത്രിഭംഗി എന്ന പേരിൽ അരങ്ങേറിയത്. കലാമണ്ഡലം ലക്ഷ്മിപ്രിയ BS, അഞ്ജന VP, ആദർശ അശോക് എന്നിവരായിരുന്നു നട്ടുവാംഗം. ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ വായ്പാട്ടും, കലാമണ്ഡലം ചാരിദത്ത മൃദംഗവും, രഘുനാഥൻ സാവിത്രി ഫ്ലൂട്ടും, സുരേഷ് നമ്പൂതിരി വയലിനും അവതരിപ്പിച്ചു. ശ്യാംകുട്ടപ്പൻ ചേർത്തലയും സംഘവുമായിരുന്നു ചമയം. അരുൺ മയൂരം കരുനാഗപ്പള്ളിയാണ് വസ്ത്രാലങ്കാരം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊതുവിപണിയിലെ വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ സപ്ലൈകോ. സബ്സിഡി സാധനങ്ങൾക്ക് വലിയ വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത്. പൊതുവിപണിയെ അപേക്ഷിച്ച് അവശ്യ സാധനങ്ങൾക്കെല്ലാം വിലക്കുറവുണ്ട്. മട്ട ജയ അരി 33 രൂപയ്ക്കും വെളിച്ചെണ്ണ 319 രൂപയ്ക്കുമാണ് സപ്ലൈകോയിൽ ലഭിക്കുന്നത്. അരി ഉൾപ്പെടെ പ്രധാന പലവ്യഞ്ജനങ്ങൾക്ക് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലയാണുള്ളത്. ജയ അരി, കുറുവാരി, മട്ട അരി എന്നിവയെല്ലാം കിലോയ്ക്ക് 33 രൂപ എന്ന ഏകീകൃത വിലയ്ക്കാണ് ലഭിക്കുക. പച്ചരി കിലോയ്ക്ക് 29 രൂപ മാത്രമാണ് വില. ചെറുപയർ കിലോയ്ക്ക് 85 രൂപ, ഉഴുന്ന് 90 രൂപ, കടല 65 രൂപ, വൻപയർ 70 രൂപ എന്നിങ്ങനെയാണ് പയറുവർഗ്ഗങ്ങളുടെ വില. കിലോയ്ക്ക് പൊതുവിപണിയിൽ 100-ന് മുകളിൽ വിലയുള്ള ഉൽപ്പന്നങ്ങളാണിത്. തുവരപ്പരിപ്പിന് സബ്സിഡി നിരക്കിൽ 88 രൂപയാണ് വില. മറ്റ് അവശ്യവസ്തുക്കളിൽ മുളക് 1 കിലോയ്ക്ക് 115 രൂപ 50 പൈസയ്ക്ക് ലഭിക്കും. പൊതുവിപണിയിൽ കിലോയ്ക്ക് 46 രൂപ 21 പൈസ വിലയുള്ള പഞ്ചസാര സപ്ലൈകോയിൽ 34 രൂപ 65 പൈസയ്ക്ക് ലഭിക്കും.
വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ 1/2 ലിറ്റർ സബ്സിഡി നിരക്കിലും ശേഷിക്കുന്ന 1/2 ലിറ്റർ പൊതുവിപണി നിരക്കിലുമാണ് ലഭിക്കുക. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ ആകെ വില 319 രൂപയാണ്. പൊതുവിപണിയിൽ 466 രൂപ 38 പൈസ വിലയുള്ള വെളിച്ചെണ്ണയ്ക്കാണ് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചവറ ഏരിയ സമ്മേളനം നടത്തി. പന്മനയിൽ നടത്തിയ സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സബിത ബീഗം ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ചവറ ഏരിയ സമ്മേളനമാണ് പന്മനയിൽ നടത്തിയത്. സംഘടനയുടെ സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായാണ് ഏരിയ സമ്മേളനം നടന്നത്. AIDWA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സബിത ബീഗം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയുടെ രാജ്യത്തിന് തന്നെ ഇരട്ട ചുങ്കം ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് മാറി. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി നടക്കുന്ന ആ യുദ്ധ പ്രതിസന്ധിയിൽ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ആര് തീരുമാനിച്ചു? ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഭരണാധികാരികൾ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിന് നേരെ ഇരട്ട ചുങ്കം ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക മാറുന്നതാണ് നമുക്ക് ഈ കാലയളവിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏരിയ സെക്രട്ടറി ബീന ദയാൽ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് ഷീന പ്രസാദ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ശ്രീജ രക്തസാക്ഷി പ്രമേയവും ബിന്ദിയ അജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ലീലാമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ആർ സുരേന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ, MV പ്രസാദ്, അംബിക എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വനിതകൾ നടത്തുന്ന ഹോട്ടലിലെത്തി ഊണ് കഴിച്ച ശേഷം ഹോട്ടലിലെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളിയെ ഹോട്ടൽ നടത്തുന്ന സ്ത്രീകൾ 4 ദിവസങ്ങൾക്ക് ശേഷം അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പിടികൂടി. ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. പശ്ചിമബംഗാൾ സ്വദേശി സിജുറാളിനെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പരിശോധിച്ചതിൽ നിന്നും 5 മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെത്തി. ഹോട്ടലിൽ നിന്നും മോഷണം പോയ മൊബൈൽ ഫോണും സഞ്ചിയിലുണ്ടായിരുന്നു. അഞ്ചൽ BEd കോളേജിന് സമീപം വനിതകൾ നടത്തിവരുന്ന തട്ടകം ഹോട്ടലിൽ നിന്നാണ് ഇയാൾ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കടന്നുകളഞ്ഞത്. ഇയാൾ അഞ്ചലിൽ താമസിച്ചു വന്ന് ചില്ലറ മോഷണം നടത്തിവരുന്ന ആളാണെന്ന് മനസ്സിലായതായി പോലീസ് പറഞ്ഞു. തങ്ങളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ഇയാളെ കഴിഞ്ഞ 4 ദിവസമായി അഞ്ചലിലും പരിസരത്തും തിരഞ്ഞു നടക്കുകയായിരുന്നുവെന്നും അതിനിടെ അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇയാളെ കണ്ടെത്തുകയും തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും ഇയാളിൽ നിന്നും മോഷണം പോയ തങ്ങളുടെ മൊബൈൽ ഫോൺ തിരികെ ലഭിച്ചുവെന്നും ഹോട്ടൽ നടത്തിപ്പുകാരായ പ്രമീള, ഗിരിജ എന്നിവർ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ടേബിളിന്റെ മണ്ടയിൽ ഒരു 500 രൂപ ഈ ഫോണും അവിടെ ഇരിക്കുമായിരുന്നു. ഭക്ഷണം കഴിച്ച ഉടനെ ഞങ്ങളുടെ ഓണർ ആ പാത്രം എടുത്ത് കിച്ചണിലോട്ട് വന്ന സമയത്ത് ഇവനെ 500 രൂപ ഈ ഫോണും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷെ ഞങ്ങളുടെ എല്ലാവരും ഊണിനുള്ള ഓർഡർ വിളിക്കുകയും എല്ലാം ചെയ്യുന്ന ആ ഒരു ഫോണിനകത്തായിരുന്നു. ഞങ്ങൾ അന്നേരം തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും പോലീസ് അന്വേഷിക്കാമെന്ന് പറയുകയും ചെയ്തു. പിന്നെ 3 ദിവസം കൊണ്ട് ഞങ്ങൾ 3 പേര് നിരന്തരം ഇവനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഗിരിജ എന്ന് പറഞ്ഞ ചേച്ചി രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയപ്പോഴാണ് ഇവൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടത്. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഇവൻ നിൽപ്പുണ്ടെന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരോട് ഓടിപ്പോയി ഇവനെ പിടിച്ച് അതുപോലെ മൊയ്തോണനെ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വരികയും മൊയ്തോണന്റെ സഹായത്താൽ ഇവനെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യാൻ പറ്റി. മൊബൈൽ ഫോൺ മോഷണം പോയ വിവരം കഴിഞ്ഞ ശനിയാഴ്ച അഞ്ചൽ പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു. പരാതി പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് പ്രമീളയും ഗിരിജയും മൊബൈൽ ഫോൺ മോഷ്ടിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഈ രണ്ട് വനിതകളെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഒരു മോഷ്ടാവിനെയാണ് ഇവർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. അയാളുടെ നിരവധി മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇതേപോലെ പലയിടത്തും മോഷ്ടിച്ചതായിരിക്കാം. ഈ സംഭവ സ്ഥലത്ത് എനിക്കും എത്താൻ കഴിഞ്ഞു. പോലീസിനെ അറിയിക്കുകയും ഇവർക്കൊപ്പം നിൽക്കുകയും ഇവരുടെ മൊബൈൽ ഫോൺ തിരികെ ലഭിക്കാൻ വേണ്ട സഹായവും ലഭിക്കാൻ വേണ്ടി ഇടപെടാനും കഴിഞ്ഞു. എന്തായാലും അഭിനന്ദനങ്ങൾ. ഇനിയും ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിയ സത്യാന്വേഷിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന മന്ത്രി ജെ ചിഞ്ചുറാണി. ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലാ ഭരണകൂടവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും കൊല്ലം കോർപ്പറേഷനും ഗാന്ധി പീസ് ഫൗണ്ടേഷനും സംയുക്തമായി കൊല്ലം ബീച്ചിലെ ഗാന്ധി പാർക്കിലാണ് ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കം കുറിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം നയിച്ച സത്യാന്വേഷിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന
മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കൊല്ലം ബീച്ചിലെ ഗാന്ധി പാർക്കിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും കൊല്ലം കോർപ്പറേഷനും ഗാന്ധി പീസ് ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരെ ഗാന്ധിയുടെ ജീവചരിത്രം പഠന വിഷയമാണ്. സ്വജീവിതം അദ്ദേഹം ജനങ്ങൾക്കായി സമർപ്പിച്ചു. മതമൈത്രി പുനഃസ്ഥാപിക്കാനും വർഗീയതയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും എന്നെന്നും ഓർമ്മിക്കപ്പെടും. സ്വന്തം ജീവിതം തന്നെ രാഷ്ട്രത്തിനു വേണ്ടി മാറ്റിവെച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മഹത് വ്യക്തിയാണ് ഗാന്ധിയെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടിയ പ്രമുഖ വ്യക്തികളിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട നമ്മുടെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി. നമുക്കറിയാം, പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെ നടത്തിയത് നാം കണ്ടതാണ്. ഏതായാലും ശരി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടി വിജയിച്ച, നമുക്ക് വേണ്ടി, നമ്മുടെ ജനതയ്ക്ക് വേണ്ടി, ഇന്ത്യയുടെ ജനതയ്ക്ക് വേണ്ടി പോരാടിയ പ്രമുഖ വ്യക്തി എന്ന് തന്നെ പ്രിയപ്പെട്ട മഹാത്മജിയെ നമുക്കെടുത്ത് പറയുവാൻ സാധിക്കും. മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാം നമ്മുടെ കൈവിരൽത്തുമ്പിലാണ്. അങ്ങനെ ടെക്നോളജി മാറിയിരിക്കുന്ന ഒരു ലോകത്ത് ആ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും ഒക്കെ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക, പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ 100% എല്ലാവർക്കും പറ്റില്ലായിരിക്കും, പക്ഷെ അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാനും ചെയ്യാനും കഴിയുക എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ പഠനം. അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ നമ്മളെ എല്ലാവരെയും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, നയങ്ങൾ, നിലപാടുകളൊക്കെ എതിർത്തിട്ടുണ്ട് ഏത് കാലത്തും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥയും കാഴ്ചപ്പാടുകൾ എതിർത്തിട്ടില്ല. അവിടെയാണ് സുഭാഷ് ചന്ദ്രബോസ് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ ചെയ്താൽ സ്വാതന്ത്ര്യ സമരം ആവില്ല. കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്ന് ഗാന്ധി പാർക്ക് വരെ സ്കൂൾ വിദ്യാർത്ഥികൾ, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗങ്ങൾ പങ്കെടുത്ത പദയാത്ര ജില്ലാ കളക്ടർ N ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശിഷ്ടാതിഥികൾ ബീച്ചിലെ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും നടത്തി. ഡെപ്യൂട്ടി മേയർ S ജയൻ അധ്യക്ഷത വഹിച്ചു. M നൌഷാദ് MLA ഗാന്ധി സ്മൃതി പ്രഭാഷണം നടത്തി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ പോൾ മത്തായി ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ചൊല്ലി. ജില്ലാ കളക്ടർ N ദേവിദാസ്, ADM G നിർമ്മൽകുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ L ഹേമന്ത് കുമാർ, GR കൃഷ്ണകുമാർ, ഫാദർ റോമൻസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ശുചിത്വ പ്രതിജ്ഞയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഭക്ഷണം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ പാതയിൽ. റിസർവേഷൻ വരുമാനത്തിലും വർധനവ്. ഓഗസ്റ്റ് മാസത്തേക്കാൾ ഇരട്ടിയോളം വർധനവ് റിസർവേഷൻ വരുമാനത്തിലുണ്ടായി. പ്ലാറ്റ്ഫോം ഉയരം കൂട്ടുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഹാൾട്ട് സ്റ്റേഷനായി തരം താഴ്ത്തി ടിക്കറ്റ് വിതരണം സ്വകാര്യ ഏജൻസികൾക്ക് നൽകാൻ വരെ തീരുമാനിച്ച എഴുകോൺ റെയിൽവേ സ്റ്റേഷനാണ് ഇന്ന് വികസനത്തിന്റെ പാതയിലൂടെ നീങ്ങുന്നത്. നാട്ടുകാരുടെ എതിർപ്പും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും മൂലമാണ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാൻ റെയിൽവേക്ക് കഴിയാതെ പോയത്. എഴുകോൺ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി ആരംഭിച്ച ടിക്കറ്റ് റിസർവേഷൻ സംവിധാനം വരുമാനത്തിൽ വലിയ വർധനവാണ് നേടിയത്. ഓഗസ്റ്റിൽ 2.2 ലക്ഷത്തോളം രൂപയാണ് റിസർവേഷൻ വരുമാനമായി ലഭിച്ചത്. സെപ്റ്റംബറിൽ ഇത് 4 ലക്ഷം കവിഞ്ഞു. പ്ലാറ്റ്ഫോം ഉയരം കൂട്ടുന്നതിനുള്ള നിർമ്മാണ ജോലികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വശങ്ങൾ കോൺക്രീറ്റ് പൂർത്തിയാക്കി മണ്ണിട്ട് നിരപ്പാക്കി. ഇനി കോൺക്രീറ്റ് ഇട്ട ടൈൽ പാകണം. നിലവിൽ മുതിർന്നവർക്കുൾപ്പെടെ സുഖമായി ട്രെയിനിൽ കയറാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇതോടെ യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ട്. 24 LHB കോച്ചുകളുള്ള ട്രെയിനുകൾക്ക് നിർത്താനാകുന്ന വിധം പ്ലാറ്റ്ഫോമിന്റെ നീളം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണവും ആരംഭിച്ചു. സീസൺ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ദീർഘദൂര സർവീസുകൾക്ക് കൂടി സ്റ്റോപ്പ് അനുവദിച്ചാൽ കൊല്ലം ചെങ്കോട്ട പാതയിലെ പ്രധാന സ്റ്റേഷനുകളുടെ വരുമാനത്തോടൊപ്പം എഴുകോണും എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുധം കടത്തുന്നെന്ന് രഹസ്യവിവരം. മത്സ്യബന്ധന ബോട്ട് ശക്തികുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബോട്ടിലുണ്ടായിരുന്നത് തമിഴ്നാട്, ഒഡീഷ സ്വദേശികൾ. $13 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പന്മന സ്വദേശി മുഹമ്മദ് റിയാസിനെയാണ് പിടികൂടിയത്. തേവലക്കരയിലെ വാടക വീട്ടിൽ നിന്ന് MDMA-യും കഞ്ചാവും പിടിച്ചെടുത്തു. ദേശീയപാത നവീകരണം. നീണ്ടകര പരിമണത്ത് നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് അനുകൂല നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം. പരിമണം മുതൽ ആറാട്ടുകടവ് വരെ ആചാര സംരക്ഷണ പൊങ്കൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.